ഈ ബീഫ് കഴിക്കാത്തവരെല്ലാവരും BJP-ക്കാരാണ് കേട്ടോ. കാരണം ബീഫ് കഴിച്ചില്ലെങ്കിൽ എല്ലാവരും സംഘികൾ BJP-ക്കാർ. പുതിയൊരു തരം കണ്ടുപിടുത്തമാണെന്നാണ് തോന്നുന്നത്. അതും ഷിയാസ് കരീമിന്റെ ഭാഗത്തു നിന്നുള്ള കണ്ടുപിടുത്തം. അനുമോൾ അതോടൊപ്പം തന്നെ ഷിയാസും ഒരുമിച്ചൊരു ഒരു ഫംഗ്ഷൻ ആണെന്ന് തോന്നുന്നു. ഫംഗ്ഷനിൽ പങ്കെടുത്ത ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടതെന്ന് പറയുന്നത്. അതില് അനുമോളോട് ഷിയാസ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ പറയുന്ന തോതിൽ അനു ബീഫ് കഴിക്കുന്നില്ല എന്നുള്ള തരത്തിൽ. അപ്പൊ പുള്ളിക്കാരത്തേക്ക് ബീഫ് വേണ്ട, ഡയറ്റിലാണെന്ന് പറയുന്നു. പക്ഷെ അത് ഡയറ്റിലായതുകൊണ്ടാണോ അതോ BJP ആണോ എന്നുള്ള തരത്തിലുള്ള ഒരു കോപ്പിലെ ചോദ്യം എടുത്ത് പറയേണ്ടി വരും. എന്ത് ഊള ചോദ്യമാണ് ശരിക്കും പറയാൻ ചോദിക്കുന്നത്. ഇവിടെ ബീഫ് കഴിക്കാത്തവരെല്ലാരും ഈ പറയുന്ന തോതിൽ സംഘികളാണ് എന്നുള്ളത് ഈ പറയുന്ന ഷിയാസിനോട് ആരാണ് പറഞ്ഞുണ്ടാക്കിയതെന്ന് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ ഷിയാസ് തന്നെ മെനഞ്ഞെടുത്ത ഒരു കാര്യമാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇതിപ്പോ സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചയായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിനെതിരെ പലതരത്തിലുമുള്ള പോസ്റ്റുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ആ ഒരു പോസ്റ്റ് കണ്ടിട്ടാണ് ഈ ഒരു സംഭവം ഞാൻ നോക്കുന്നത് എന്താണ് എന്നുള്ളത്. ഞാൻ ആദ്യം കണ്ട ആ ഒരു പോസ്റ്റ് എന്താണെന്ന് ഞാൻ ആദ്യം നിങ്ങളെ ഒന്ന് കാണിക്കാം. ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു. അതായത് ഷിയാസ് നീ എന്താ ബീഫ് കഴിക്കാതെ? അനുമോള് പറയുന്നു ഞാൻ ഡയറ്റാണ്. ഷിയാസ് ഡയറ്റ് ആണോ അതോ BJP ആണോ? അപ്പോൾ ഇതിന് താഴെ കുറിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. തിരിച്ച് നിന്നോട് കുറച്ച് പോർക്ക് കഴിക്കാൻ പറഞ്ഞാൽ നീ കഴിക്കുമോ? അതെന്താ നീ സുഡാപ്പി ആയതുകൊണ്ടാണോ നീ പോർക്ക് കഴിക്കാത്തെ? ഒരു ഫുഡ് കഴിക്കുന്നതും കഴിക്കാത്തതും ഒക്കെ അവരവരുടെ ഇഷ്ടം. അതിലൊന്നും തലയിടാൻ ഇവിടെ ആർക്കും അവകാശമില്ല. കേരളം സംഘികളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് നീ വായിൽ തോന്നുന്നതൊക്കെ അങ്ങ് വിളിച്ച് പറയല്ലേ. എല്ലാം മാസമായിട്ട് പൊതുജനം കാണില്ല. ഈ ഒരു പോസ്റ്റാണ് ഞാനിപ്പോൾ വാട്സപ്പിൽ ഷെയർ ആയി വന്ന് കാണാനിടയായത്. അപ്പോൾ ഇത് വായിച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ ഒന്ന് തപ്പി നോക്കിയത് എന്താണ് എന്നുള്ളത്. അപ്പോൾ കണ്ടപ്പോഴത്തേക്കും ബോധ്യമായി എന്താണ് സംഭവം എന്നുള്ളത്. കിട്ടേണ്ടത് അനിവാര്യമായിരുന്നു ഷിയാസിന്. കാരണം ആ വീഡിയോയ്ക്ക് താഴെ തന്നെ വന്ന കമന്റുകൾ നല്ല രീതിക്ക് ഷിയാസിനെതിരെ നല്ല പച്ചയ്ക്ക് പറയുന്ന കണക്ക് തന്നെയായിരുന്നു. കുറച്ച് കമന്റൊക്കെ തന്നെ ഞാൻ ഇതിൽ കാണിക്കാം, ഒന്ന് നോക്ക്. അതിൽ പലരും പലതും പറയുന്നുണ്ട്. അതിൽ കുറച്ച് കമന്റ് ഞാൻ വായിക്കും. ഷിയാസെ കുറച്ച് പോർക്ക് കഴിക്കടാ, കഴിക്ക്. ഷിയാസ് നല്ലോണം ഓവർ ആവുന്നുണ്ട്. പോർക്ക് ഉണ്ടോ? പോർക്ക് കൂടെ കഴിക്കാൻ നിർബന്ധിക്കടാ ചക്കരെ. ഓ കേരള സ്റ്റോറി 3 ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറേയധികം കമന്റുകൾ അതിൻ്റെ കിടപ്പുണ്ട്. ചിലതൊക്കെ തന്നെ വായിച്ചു കഴിഞ്ഞാൽ എയ്യടാന്നായി പോകുന്ന തരത്തിലുള്ള കമന്റുകളാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ ശരിക്കും ഈ പറയുന്ന ഷിയാസ് എന്താ പറയുക ചോദിച്ചു വാങ്ങിയ പണിയാണ് എന്ന് എടുത്തു പറയേണ്ടി വരും. കാരണം തൊട്ടതിനും പിടിച്ചതിനൊക്കെ കയറിയിട്ട് അനാവശ്യ കാര്യങ്ങളിൽ ചെന്നിട്ട് മറുപടി പറയുക, എന്നിട്ട് എന്തോ വലിയ മാസാണ് എന്ന മട്ടിൽ കുറേയധികം മണ്ടത്തരങ്ങൾ വിളമ്പുക. ഇതാണ് ഷിയാസിന്റെ ഇപ്പോൾ പുറത്തു വരുന്ന ചില വീഡിയോസ് കാണുമ്പോഴത്തേക്ക് മനസ്സിലാകുന്നത്. കാരണം കുറേ ഓൺലൈൻ മീഡിയക്കാർ ഈ പറയുന്ന രീതിയിൽ കുറേ ഊള ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കും. അതിന് തിരിച്ച് അതേപോലെ തന്നെയുള്ള ഊള മറുപടികൾ ഷിയാസ് അങ്ങോട്ട് കൊടുക്കും. ഇത് അവന്മാരെടുത്തിട്ട് പോസ്റ്റും പിന്നെ ആ കമന്റ് ബോക്സ് നിറയെ ഊക്കലായിരിക്കും ഷിയാസ്. അതൊക്കെ പോട്ട്. കാരണം ഈ പറയുന്ന രീതിയിൽ രാഷ്ട്രീയ വിരോധം, അതോടൊപ്പം തന്നെ സംഖ്യയാവുന്നതും പൊങ്ങിയാവുന്നതും കമ്മിയാവുന്നതും ഒക്കെ തന്നെ സ്വാഭാവികമായിട്ടുള്ളത്. അതൊക്കെ ഓരോരുത്തർ രാഷ്ട്രീയ താല്പര്യം. ഷിയാസ് എന്ന് പറയുന്ന വ്യക്തി അന്തം BJP വിരോധിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതൊക്കെ അവിടെ ഇങ്ങനെ. പക്ഷേ ഒരാളുടെ ആഹാര താല്പര്യത്തെ ചോദ്യം ചെയ്യാനുള്ള അവകാശമൊന്നും ശരിക്കും പറഞ്ഞാൽ ഈ ഷിയാസിനോ ആർക്കും ഇല്ല. അതിനിപ്പോൾ എത്ര വലിയ തോതിൽ ഇനി ആരായാലും, അതോടൊപ്പം തന്നെ എത്ര സുഹൃത്തുക്കളായാൽ തന്നെ. കാരണം ബീഫ് കഴിച്ചില്ലെങ്കിൽ അവരൊക്കെ സംഘിയാവും, ബീഫ് കഴിച്ചില്ലെങ്കിൽ അവരൊക്കെ BJP-ക്കാരാവും എന്നൊക്കെ പറയുന്നത് ശുദ്ധ തെമ്മാടിത്തരം എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ഇപ്പോൾ പോർക്ക് കഴിച്ചില്ലെങ്കിൽ എല്ലാവരും സുഡാപ്പികളാവും ശരിക്കും പറഞ്ഞാൽ. അതുപോലെയാണല്ലോ ഈ പറയുന്ന രീതിയിൽ ഷിയാസ് പറയുന്നത്. കാരണം ബീഫ് കഴിച്ചില്ല, ബീഫ് അനു കഴിക്കുന്നില്ല, അപ്പോൾ അനു BJP ആണ് എന്നുള്ള മട്ടിൽ. എന്തോന്നല്ലേ ഇത്? എന്തൊരു ഊളത്തരമാണ് ശരിക്കും പറഞ്ഞാൽ ഈ കാണിച്ചു കൂട്ടുന്നത്. കുറച്ചൊക്കെ ഒന്ന് പട്ടിഷോ കുറയ്ക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇതുപോലെ എയറിൽ പലപ്പോഴായിട്ട് കയറേണ്ടി വരും. ഈ എയറിൽ കയറുന്നതാണ് അണ്ണന് ഇഷ്ടമെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. എന്തായാലും ഇതുകൊണ്ടും തീരുന്നില്ല. കാരണം ബീഫ് അവിടെ നിൽക്കുന്നു. കാരണം സത്യസന്ധമായിട്ട് പറയാം, ബീഫിന്റെ വിഷയത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ ആഹാര താല്പര്യത്തെ, വ്യക്തി താല്പര്യത്തെ മറികടന്നുകൊണ്ട് വേറൊരു തരത്തിലേക്ക് എത്തിക്കുന്നത് ശുദ്ധ തെമ്മാടിത്തരം എന്ന് മാത്രമല്ല, അത് ഒരു തരം മറ്റേടത്ത പണിയാണ് എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മറ്റൊരു വീഡിയോ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഒന്ന് കണ്ടുപോകാം. വർഗീയമായിട്ടുള്ള ഒന്ന് കാണിച്ചോ? അയ്യോ അത് കാണിക്കാൻ കൊള്ളൂല. ഇലക്ഷൻ ആൾക്ക് ബിഗ് ബോസിലെ അയാൾക്ക് ഇവിടെ ഇഷ്ടമല്ലായിരുന്നു. അയാൾ അനീഷ് വർമ്മയാണ്. അത് വർഗീയമായിട്ടുള്ള വിവാദം വിവാദമോ അത് പിൻവലിക്കണം. അതിന്റെ ഇടയിൽ കൂടെ അനീഷിന്റെ പേരെടുത്തിടുക. എന്തുവാടേ ഇത്? തൊട്ടതിനും പിടിച്ചതിനും എല്ലാം
അനാവശ്യമായിട്ട് ഒരാൾ മറുപടി പറയുമ്പോൾ അതിന്റെ ഇടയിൽ കയറിയിട്ട് എന്തോ വലിയ തഗ്ഗാണ് താൻ അടിക്കുന്നത്, എന്തോ വലിയ മാസാണ് താൻ അടിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കുറെ അധികം ഊളത്തരങ്ങൾ വിളിച്ചങ്ങ് പറയുക. ഇതാണ് ശരിക്കും ഷിയാസിന്റെ കൊടുത്ത പണി എന്നാണ് തോന്നുന്നത്. കാരണം അതിന് അനുമോള് തന്നെ തിരിച്ച് നല്ല മറുപടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വീഡിയോ കാണുമ്പോൾ തന്നെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അതിൽ വോട്ടിടാൻ പോയ ആ ഒരു സംഭവം പറയുമ്പോഴത്തേക്ക് അതിന്റെ ഇടയിൽ ഈ അനീഷിനെ വലിച്ച് ഇടാനായിട്ടുള്ള എന്ത് സാഹചര്യമാണ് അവിടെ ഉണ്ടായതെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ഓൺ ദ സ്പോട്ട് അനു അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. കാരണം വെറുതെ ചൊറിഞ്ഞ് അടുത്തൊരു ഇഷ്യൂ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു സംഭവമാണ് ഷിയാസ് അവിടെ ഇട്ടുകൊടുക്കുന്നതെന്ന് പറയുന്നത്. ശരിക്കും ഷിയാസിന് എന്തിന്റെ സൂക്കേടാണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഈയിടെയായിട്ട് പക്ക മഹാബോറാണ് എന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഊളത്തരത്തിന്റെ അങ്ങേ അറ്റം പീക്ക് ലെവലിലാണ് ഷിയാസ് ഇപ്പൊ നിൽക്കുന്നത്. കാരണം എന്തോ വലിയ സംഭവമാണ് എന്നൊക്കെയാണ് ഷിയാസ് വിചാരിച്ച് ഓരോന്നും വിളിച്ച് പറയുന്നത്. പക്ഷെ പലതും കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് തോന്നുന്നത് നല്ല ശുദ്ധ മണ്ടത്തരമാണ് എന്നുള്ള തരത്തിലാണ്. കാരണം ഇതുപോലുള്ള കാര്യങ്ങളെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരാളുടെ ആഹാര താല്പര്യത്തേക്ക് തന്നെ അത് വേറൊരു തരത്തിലേക്ക് വ്യാഖ്യാനിക്കുക അല്ലെങ്കിൽ വേറൊരു തരത്തിലേക്ക് വളച്ചൊടിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അതിനൊന്നും തന്നെ ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല. പേഴ്സണലി എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം ഇനിയിപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഷിയാസ് പറയുന്നതിനോട് നിങ്ങൾക്ക് യോജിപ്പെട്ടോ? നിങ്ങൾ തന്നെ ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തുക. കാരണം ഇതുപോലുള്ള ഉളത്തരങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ്. പിന്നെ ബീഫ് കഴിക്കുന്നവരെല്ലാവരും ഈ പറയുന്ന രീതിയിൽ BJP-ക്കാരല്ലാതാവും. ബീഫ് കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ എല്ലാവരും BJP-ക്കാരാവും. അവർ സംഖ്യയാവും, അവർക്ക് സംഘിപ്പട്ടം. എന്തോന്നിടേ ഇത്? ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? അറിയാൻ പറഞ്ഞിട്ട് ചോദിക്കുക.